ഹലോ ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു 6:17 ആയപ്പോഴാട്ടോ വർക്കിന് ഇറങ്ങുന്നത്. വണ്ടിയിൽ ചെറിയ രീതിയിൽ ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഏതായാലും വണ്ടി താഴേക്ക് ഇറക്കിയിട്ട് കഴിക്കണം. അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബോണറ്റും ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഇന്നലത്തെ പോലെ വല്ല കൂളൻ്റ് എന്തെങ്കിലും ലീക്ക് ഉണ്ടോയെന്നൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 6:22 ആയപ്പോൾ ഞാൻ ഊബറും റാപ്പിഡോ യാത്രയൊക്കെ ഓപ്പൺ ആക്കിട്ടോ. ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഊബറിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആലുവയിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്, റെയിൽവേ സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മൾ ഇന്നലെ ഓടിയ കിലോമീറ്ററൊക്കെ 0 ആക്കി. ഒരു ഹാഫ് കട്ട CNG ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ തന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമ്മൾ മുണ്ടമ്പാലം പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുന്ന ഇടയ്ക്ക് വീണ്ടും ഊബറിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ കളമശ്ശേരി റെയിൽവേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. രാവിലെ അടിക്കണ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കും. അങ്ങനെ അത് റെയിൽവേയിൽ ഡ്രോപ്പ് ചെയ്തു. 153 രൂപ കേട്ടോ നമുക്ക് അതിന് കിട്ടിയത്. ഇവരായിരുന്നു നമ്മളെ കസ്റ്റമർ, നമ്മളെ നാട്ടുകാരൻ തന്നെ ആയിരുന്നു കേട്ടോ. നിലമ്പൂരിലുള്ള ആൾക്കാരായിരുന്നു. അതിൽ നമുക്ക് 153 നമ്മളെ ഏണിങ്സും 199 പേ ഔട്ട് ഉള്ളത്. ആൾ 230 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൈനീട്ട് ട്രിപ്പ് അടിപൊളിയായി. 30 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ഇതങ്ങനെ പെട്ടെന്നൊന്നും കാണൂല, കാരണം ഹോട്ടലിൻ്റെ ബോർഡൊന്നും പുറത്തില്ല. അതിന് മുമ്പ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയറിയതാണ്. അങ്ങനെ അവിടുന്ന് ഒരു പുട്ടും മുട്ടക്കറിയും ചായയും കുടിച്ചു. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അപ്പോളോൻ്റെ അവിടെ പോയി നിന്ന്. അവിടെ പോയി ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ എക്സ്പ്രസ് വേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് അവിടെ ഡ്രോപ്പ് ചെയ്ത ഉടനെ നമുക്ക് ഊബർ തന്നെ അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ എയർപോർട്ടിലേക്കായിരുന്നു. അത് ക്രിസ്റ്റോ എന്നായിരുന്നു നമ്മളെ കസ്റ്റമർ പേര്. അതങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ 3യിൽ ഡ്രോപ്പ് ചെയ്തു. ക്യൂവിൽ 261 265 വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. ഞാൻ നേരെ അത്താണിയിലേക്ക് പോയി. അതിൻ്റെ അടുക്ക് എയർപോർട്ട് ടോളിൽ നിന്ന് ഒരു ജീവനില്ലാത്ത 20 തന്നിട്ട് നമ്മളെ പറ്റിച്ചു ഗെയ്സ്. അങ്ങനെ അത്താണിയിൽ പോയി കുറേ നേരം പോസ്റ്റായി. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് 9:23 സമയമായപ്പോൾ നമ്മളെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ആലുവയിലേക്ക്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വഹാബിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. നമ്മളെ വണ്ടിയിൽ CNG ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ പുളിഞ്ചോട്ടിൽ നിന്ന് CNG അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുളിഞ്ചോട് വരെ ഊബറൊക്കെ ഓണാക്കി വരും, ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ലഡുവും വാങ്ങിയിട്ട് നേരെ CNG എടുക്കാൻ പോയി. വെറും കൈയോടെ പോകണം മോശമല്ലേ. അങ്ങനെ പമ്പിലെത്തിയിട്ടും ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഊബറും റാപ്പിഡോ യാത്രയും 3 ആപ്ലിക്കേഷനും ഓഫാക്കി. അങ്ങനെ അവിടുന്ന് ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചു. കഴിഞ്ഞ CNGയിൽ 143 കിലോമീറ്റർ ആട്ടോ ഓടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ 0 ആക്കിയിട്ട് ഞാൻ നേരെ വഹാബിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ലഡു വാങ്ങാൻ പോയിട്ടോ. മറ്റേ ലഡു ഇങ്ങോട്ട് എത്തിയില്ല. അതിന് മുമ്പ് ഞാൻ തന്നെ തിന്ന് തീർത്തു. അങ്ങനെ ഞാൻ അവിടെ റൂമിൽ കയറി. ഇത്തവണ എന്തായാലും നമ്മൾ മടി പിടിച്ച് നിൽക്കുന്നില്ല കേട്ടോ. ആൾക്ക് 11:45 ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയമായപ്പോൾ ഊബർ ഓണാക്കിയപ്പോൾ നമ്മളെ റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 3-4 ട്രിപ്പും പാടെ ടോട്ടൽ ഓടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ട്രിപ്പ് 2 ഹിന്ദിക്കാരായിരുന്നു. അതിന് നമുക്ക് കിട്ടിയത് 155 രൂപ ക്യാഷ് കളക്റ്റും 215 രൂപയായിരുന്നു നമ്മളെ ഏണിങ്സ്. അത് നമ്മളെ തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അതങ്ങനെ കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് പോന്നു. ഇന്ന് വണ്ടി താഴേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും വണ്ടി ജസ്റ്റ് ഒന്ന് കഴിക്കണം. അപ്പോൾ ഇന്ന് ഇത്രക്കുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഏതായാലും നാളത്തെ വീഡിയോയിൽ കാണാം.